മമ്മൂക്കയുടെ കളങ്കാവിൽ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് ആരാധകർ കാത്തിരിക്കുന്നത്. പലരും ചോദിക്കുന്നു ഈ ഒരു സിനിമ എന്ന് തിയേറ്ററിൽ എത്തും എന്നുള്ളത്. എന്നാൽ ഇന്നലെ വലിയൊരു അപ്ഡേറ്റ് ആണ് സിനിമയെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ ജിതിൻ കെ ജോസ് ആണ് മമ്മൂക്കയുടെ കളങ്കാവൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് വർക്കുകൾ പുരോഗമിച്ചു വരികയാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ചോദ്യം ഉയർന്നിരിക്കുന്നു. 2024 അവസാനം ഷൂട്ടിംഗ് പൂർത്തീകരിച്ച സിനിമയുടെ എഡിറ്റിംഗ് വർക്കുകൾ ഇനിയും തീർന്നില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം. ആ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തി തന്നെയുണ്ട്. 6 മാസത്തോളമായിട്ട് സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ട് കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഇനിയും സിനിമയുടെ എഡിറ്റിംഗ് വർക്കുകൾ തീർന്നില്ലേ എന്നുള്ളത് ആശയക്കുഴപ്പത്തിലാക്കുന്നു. അതിനുള്ള പ്രധാന കാരണം ചിലപ്പോൾ മമ്മൂക്ക ട്രീറ്റ്മെന്റിന് പോയത് കൊണ്ട് സിനിമയുടെ എഡിറ്റിംഗ് വർക്കുകൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഡിലേ ചെയ്തതായിരിക്കാം. വിനായകനാണ് സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. മമ്മൂക്ക സിനിമയിൽ വില്ലനാണ് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. സിനിമയിൽ മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രം എത്രത്തോളം ശക്തനായിരിക്കും, പവർഫുൾ ആയിരിക്കും എന്നുള്ളത് സിനിമയുടെ ഒരു ടീസറോ ട്രെയിലറോ ഒക്കെ വന്നതിന്റെ ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും ഒക്കെ വന്ന സമയത്ത് നമുക്ക് മനസ്സിലായിരുന്നു മമ്മൂക്ക ഒരു ശക്തനായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് ബ്രഹ്മയുഗം എന്ന സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ കളങ്കാവിൽ എന്ന ചിത്രത്തെക്കുറിച്ച് പറയണമെങ്കിൽ ടീസറോ ട്രെയിലറോ വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സിനിമ ജൂലൈ അവസാനം ഓഗസ്റ്റ് മാസം റിലീസിന് എത്തുമെന്നുള്ള ഒരു അപ്ഡേറ്റും പറഞ്ഞു കേൾക്കുന്നു. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ. ഞാൻ ജിനുജന സൊക്ക. ബൈ.